അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നാം പതിവാക്കേണ്ട ഒരു ദിക്റാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാറിന്റെ നേതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഏറ്റവും മഹത്തായ ഒരു ദിക്ർ. നമുക്കറിയാം, ഇസ്തിഗ്ഫാർ എല്ലാത്തിനും പരിഹാരമുള്ള ഒരു ദിക്റാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്, മല്ലസിമൽ ഇസ്തിഗ്ഫാറ, ഒരാൾ ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ, ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ, ജഅലല്ലാഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ, അവന്റെ ജീവിതത്തിൽ ഒരു ഹമ്മ്, ഒരു ടെൻഷൻ, ഒരു ദുഃഖം, സങ്കടം, പ്രയാസം അല്ലാഹു അവനിക്ക് കൊടുക്കൂല. ഒമിൻ കുല്ലി ലീക്കിൻ മഖ്റജ, ഒരു കുടുക്കിലും പോയി അവൻ പെടൂല. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ റിസ്ക്, സമ്പത്ത്, പണം, ഐശ്വര്യം അതെല്ലാം അല്ലാഹു അവനിക്ക് നൽകും. അതുകൊണ്ടാണ് മഹാന്മാര്, മഹത്തുക്കള് നമ്മെ പഠിപ്പിച്ചത്, ഇസ്തിഗ്ഫാർ എല്ലാത്തിനും പരിഹാരമുള്ള ഒരു ദിക്റാണ്. ഇസ്തിഗ്ഫാറിന്റെ നേതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഏറ്റവും മഹത്തായ ഒരു ഇസ്തിഗ്ഫാറാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. സ്വഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുൽ ഇസ്തിഗ്ഫാർ അൻ തഖൂല അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി وأنا عبدك وأنا على أهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. من قالها من النهار, ഒരാൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പകൽ സമയത്ത് ചൊല്ലിയാൽ, മുഖിനം ബിഹാ, നല്ല വിശ്വാസത്തോടുകൂടെ ഒരാൾ ചൊല്ലിയാൽ, ഫമാത മിൻ യൗമിഹി, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയ ദിവസം അവൻ മരണപ്പെട്ടാൽ, ഖബല അൻ യുംസി, വൈകുന്നേരം എത്തുന്നതിന്റെ മുമ്പ് അവൻ മരണപ്പെട്ടാൽ, എന്ന് പറഞ്ഞാൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയ പകൽ ഒരാൾ മരണപ്പെട്ടാൽ, ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവനിക്ക് സ്വർഗ്ഗമുണ്ട്, അവൻ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണ്. ഒമൻ ഖാലഹാ മിനൽ ലൈൽ, ഒരാൾ രാത്രി സമയത്ത് ചൊല്ലി, വഹുവ മൂഖിനും ബിഹാ, നല്ല വിശ്വാസത്തോടുകൂടെ ചൊല്ലിയാൽ, വമാ തഖബല അൻ യസ്ബിഹാ, സുബ്ഹിക്ക് മുമ്പായി ആ രാത്രിയിൽ അവൻ മരണപ്പെട്ടാൽ, വഹുവ മിൻ അഹ്ലിൽ ജന്ന, അവനിക്ക് സ്വർഗ്ഗമുണ്ട്, അവൻ സ്വർഗ്ഗത്തിലെ അവകാശിയാണ്. ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും എല്ലാ ദിവസവും പതിവാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. തബഖാത്തുൽ ഹനാബില എന്ന ഗ്രന്ഥത്തിൽ ഒരു സംഭവം കാണാം. ആലിമൻ ദുഫിന, ഒരു വലിയ ആലിമ് മരണപ്പെട്ടു. റൂവിയ ഫിൽ മനാമി, ശിഷ്യന്മാരെ ആ ഉസ്താദിനെ, ആലിമിനെ സ്വപ്നത്തിൽ കണ്ടു. ഖാലു മാ ഫഅല, അവർ ചോദിച്ചു, ശിഷ്യന്മാർ, മാ ഫഅല അല്ലാഹു ബിക്, എന്താണ് ഖബറിലെ അവസ്ഥ എന്താണെന്ന് സ്വപ്നത്തിൽ ചോദിച്ചു. ഗഫറല്ലാഹു ലഹി മഗ്ഫിറതൻ ആമതൻ വഖാസ, എന്റെ എല്ലാ ദോഷങ്ങളും അല്ലാഹു എനിക്ക് പുറത്തു തന്നു. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഖാലു മാദാ തുസീന ബി, ഞങ്ങളോട് എന്താണ് ഉസ്താദിന് വസിയത്ത് ചെയ്യാനുള്ളത്? ജീവനുള്ള, മരണപ്പെടാതെ ഞങ്ങളോട് മരിക്കുന്നതിന്റെ മുമ്പ് എന്താണ് ഞങ്ങളോട് വസിയത്ത് ചെയ്യാനുള്ളത്? ഖാല, അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഉസീകും ബി സയ്യിദുൽ ഇസ്തിഗ്ഫാർ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ നിങ്ങൾ മുറുകെ പിടിക്കുക. ഫസയ്യിദുൽ ഇസ്തിഗ്ഫാർ അംറുഹു അജീബ്, സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ കാര്യം വളരെ അത്ഭുതമാണ്. വഇന്നി ഊസികും ജമീഅൻ ബിഹിഫ്ളി, അത് നിങ്ങൾ കാണാതെ പഠിക്കണം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരാൾ മുറുകെ പിടിച്ചാൽ, പതിവാക്കിയാൽ, അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമുക്കൊരു അല്പം സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലി ദുആ ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫദ്കുറൂനി അദ്കുറുകും വഷ്കുറൂ ലീ വലാ തക്ഫുറൂൻ
اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت لك أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. سبحانه وتعالى നാം ചൊല്ലിയ സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഓരോരുത്തരുടെ മനസ്സിലുള്ള എല്ലാ മുറാദുകളെയും ഉദ്ദേശങ്ങളെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും നീ എത്രയും പെട്ടെന്ന് മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. റഹ്മാനായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാർ സയ്യിദുൽ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈമാൻ സലാമത്താക്കി തരണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ, ചെയ്തുപോയ, സംഭവിച്ചുപോയ സർവ്വ തെറ്റുകുറ്റങ്ങൾ, ദോഷങ്ങൾ, പാപങ്ങൾ ഞങ്ങൾക്ക് നീ മാഫ് നൽകി ഞങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. തെറ്റിൽ നിന്ന് പരമാവധി മാറി നിൽക്കാനുള്ള നല്ല മനസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന തെറ്റിന്റെ കാഠിന്യം കണ്ട് ഞങ്ങൾക്ക് നീ ബലാഗ് നൽകല്ലേ അല്ലാഹ്. മുസീബത്ത് ഇറക്കല്ലേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ നൽകല്ലേ അല്ലാഹ്. അപകടങ്ങൾ, ദുരന്തങ്ങൾ നൽകല്ലേ അല്ലാഹ്. കാലമുസീബത്തുകൾ നൽകല്ലേ അല്ലാഹ്. ദാരിദ്ര്യം നൽകല്ലേ അല്ലാഹ്. കഷ്ടപ്പാട് നൽകല്ലേ അല്ലാഹ്. പ്രതിസന്ധികൾ നൽകല്ലേ അല്ലാഹ്. ദുഃഖങ്ങളും സങ്കടങ്ങളും കടങ്ങളും നീ നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജോലികളിൽ, കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ, കൃഷികളിൽ, തോട്ടങ്ങളിൽ, വാഹനങ്ങളിൽ, വീടുകളിൽ, ഭാര്യ മക്കളിൽ, മാതാപിതാക്കൾ, ജ്യേഷ്ഠാഞ്ജന്മാര്, സഹോദര സഹോദരിമാര്, പെങ്ങന്മാര്, കുടുംബക്കാര്, ഉസ്താദുമാര്, ശിഷ്യന്മാർ, ഭക്ഷണം നൽകിയ ഒരു സർവ്വ ആളുകളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങള്, പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള്, കഷ്ടപ്പാടുകള്, പ്രതിസന്ധികള്, രോഗങ്ങള്, കടങ്ങള് നീ മാറ്റിത്തരണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണേ അല്ലാഹ്. വീടിന്റെ പണി തുടങ്ങിയവരുടെ എളുപ്പത്തിൽ നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. രോഗികളായ ഒരുപാട് ആളുകൾ കൂട്ടത്തിലും കുടുംബത്തിലും മജ്‌ലിസിലും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരിലുമുണ്ട്. എല്ലാവർക്കും നീ കാമിലായ ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ മാരകമായ, താങ്ങാൻ കഴിയാത്ത, മരുന്നില്ലാത്ത ഒരു രോഗവും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഹോസ്പിറ്റലിലും വെന്റിലേറ്ററിലും ഐസിലും കിടക്കുന്ന രോഗം നൽകല്ലേ അല്ലാഹ്. കാലാകാലം കിടപ്പിലാകുന്ന രോഗം നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, സിഹർ, കണ്ണീർ, ശൈത്വാനത്ത്, റൂഹാനത്ത് അടക്കമുള്ള സർവ്വ ബുദ്ധിമുട്ടുകൾ, ഷർറുകളിൽ നിന്ന് ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീ കാക്കണേ അല്ലാഹ്. പടച്ചവനെ, നിന്റെ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, സുഖത്തോടെ, ആഫിയത്തോടെ, ആരോഗ്യത്തോടെ, ഹിമ്മത്തോടെ നിന്റെ പൊരുത്തത്തിലായി ദീർഘായുസ്സും ആഫിയത്തും ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കള്, ഭാര്യ, മക്കള്, സന്താനങ്ങള്, കൂട്ടുകുടുംബക്കാര്, ജ്യേഷ്ഠാനുജന്മാര്, സഹോദര സഹോദരിമാര്, പെങ്ങന്മാര്, ഉസ്താദുമാര്, ശിഷ്യന്മാര്, ദുആ കൊണ്ട് ഏൽപ്പിച്ചവര്, ഈ മജ്‌ലിസിലുള്ള എല്ലാ ആണ്, പെണ്ണ്, വലിയവര്, ചെറുവരെല്ലാവർക്കും നീ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ മനസ്സിൽ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നീ എളുപ്പത്തിൽ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. ഒരു മുടക്കവും ഒരു തടസ്സവും നീ നൽകല്ലേ അല്ലാഹ്. പടച്ചവനെ, മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് നല്ല സമയത്ത് നല്ല നിലയ്ക്ക് ഈമാനോടുകൂടി എല്ലാ കടങ്ങളും കടപ്പാടുകളും ഹക്കടപാടുകളും ബാധ്യതകളും പൂർത്തീകരിച്ച് ഒരു നല്ല മരണം നൽകണേ അല്ലാഹ്. ചീത്ത മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അപകട ദുരന്തങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. നടുറോട്ടിൽ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ വാഹനങ്ങളിലും യാത്രകളിലും എല്ലാ കാര്യങ്ങളിലും നീ ബർക്കത്തും റഹ്മത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ ഭാര്യ, മക്കള്, മാതാപിതാക്കള്, കൂട്ടുകുടുംബക്കാര് യതീമാകുന്ന ഒരു മരണം നൽകല്ലേ അല്ലാഹ്. അറ്റാക്ക് നൽകല്ലേ അല്ലാഹ്. കിഡ്നിക്കൊരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ അല്ലാഹ്. വയറു സംബന്ധമായ സർവ്വ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. മൂത്ര സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ശരീരത്തിന്റെ ഉള്ളും പുറത്തുമുള്ള ഞങ്ങൾ അറിയാത്ത, ഞങ്ങൾ കാണാത്ത രോഗങ്ങൾക്ക് നീ കാമിലായ ആജിലായ ശിഫ ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ നൽകണേ അല്ലാഹ്. മഹാന്മാരുടെ പൊരുത്തത്തോടു കൂടി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ ഇസ്സത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ ദുനിയാവിലും ആഖിറത്തിലും നീ വിജയം സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളുടെ മുമ്പിൽ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. അസൂയക്കാരുടെ മുമ്പിൽ ഞങ്ങളെ നീ ഫളിയത്താക്കല്ലേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും സർവ്വ ഫളിയത്തുകളിൽ നിന്ന് ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആകൾ നീ കബൂലാക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. റബ്ബനാ
تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.